ക്ലൈമാക്സിൽ നാസറിന്റെ മുഖത്തിനിട്ട് കനത്തിലൊന്ന് കൊടുത്ത ആ ബായി ശരിക്കും ആരായിരുന്നു? എന്തിനാണ് ബായി നാസറിനെ അടിച്ചത്? ബസിന്റെ മുകളിൽ മയ്യത്ത് പോലെ കിടന്നു വന്ന ആ ബായി ശരിക്കും പെരുമാനി തങ്ങൾ തന്നെയായിരുന്നു. കുറച്ചു കാലത്തിനു ശേഷം മനസ്സ് നിറഞ്ഞ് ആസ്വദിച്ച് കണ്ട സിനിമയാണ് പെരുമാനി. പറയുന്ന വിഷയം കൊണ്ടായാലും മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടായാലും മികച്ചു നിൽക്കുന്ന സിനിമയാണ് പെരുമാനി. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ, കുഞ്ഞിരാമായണം, ഇബിലീസ് പോലുള്ള സിനിമകൾ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല പെരുമാനി. ആ സിനിമകളെല്ലാം പോലെ പെരുമാനി യുണീക്കാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പെരുമാനി എന്ന സിനിമയെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. പെരുമാനി എന്ന ഗ്രാമത്തിലേക്ക് ഒരു അതിഥി തൊഴിലാളി എത്തുന്നു. എന്തിനാണ് അയാൾ വന്നതെന്ന് ആർക്കും അറിയില്ല. വിചിത്ര രീതിയിൽ പെരുമാറുന്ന അയാൾ പെട്ടെന്ന് നാട്ടിലെ സംസാര വിഷയമാകുന്നു. ഒരു ദിവസം അയാൾ പാതിരാത്രിക്ക് പള്ളിയിൽ കയറി ബാങ്ക് വിളിക്കുന്നു. ഇതോടെ നാട്ടുകാർ രണ്ട് ചേരിയായി തിരിയുന്നു. പെരുമാനിയെ കാക്കുന്ന പെരുമാനി തങ്ങളുടെ പുനർജന്മമാണ് അതിഥി തൊഴിലാളിയെന്ന് ഒരു കൂട്ടർ. അല്ല, അത് വെറും ഒരു ബായി മാത്രമാണെന്ന് മറ്റൊരു കൂട്ടർ. ഇതാണ് പെരുമാനി എന്ന സിനിമയുടെ ആകെ തുക. ഇതിനിടയിൽ നായികക്ക് ഇഷ്ടമല്ലാത്ത കല്യാണം, ഒളിച്ചോട്ടം, കല്യാണം മുടങ്ങൽ, അങ്ങനെ കുറേയധികം സംഭവ വികാസങ്ങൾ. അന്ധവിശ്വാസങ്ങൾക്കും സ്റ്റീരിയോ ടൈപ്പുകൾക്കുമെതിരെയുള്ള സറ്റയറാണ് സിനിമ. മികച്ച മേക്കിംഗ് കൊണ്ട് എഴുത്തിലെ എഴുച്ചിൽ മറികടക്കുന്നുണ്ട് സംവിധായകൻ. പെരുമാനി എന്നത് ഒരു സാങ്കല്പിക ഗ്രാമമാണ്. പക്ഷെ നമുക്കെല്ലാം പരിചയമുള്ള ഒരു ഗ്രാമം തന്നെയാണ് പെരുമാനി. അന്ധവിശ്വാസത്തിലും അറിവില്ലായ്മയിലും മുഴുകി ജീവിക്കുന്ന എന്നാൽ നിഷ്കളങ്കരായ മനുഷ്യർ ഒത്തുകഴിയുന്ന ഒരു ഇടം, അതാണ് പെരുമാനി. പെരുമാനി തങ്ങൾ മലമുകളിലിരുന്ന് പെരുമാനിയെ കാക്കുന്നുവെന്നാണ് പെരുമാനിക്കാരുടെ വിശ്വാസം. കഥകളും ഐതിഹ്യങ്ങളും എങ്ങനെ ഒരു സമൂഹത്തെ അന്ധവിശ്വാസത്തിൽ തളച്ചിടുന്നു എന്നതാണ് പെരുമാനി നമുക്ക് കാണിച്ചു തരുന്നത്. പെരുമാനി തങ്ങൾ എന്ന ഐതിഹ്യത്തിന്റെ മേലുള്ള വിശ്വാസം ഗ്രാമീണർക്ക് ശരിയായ വിശ്വാസവും, എന്നാൽ ബംഗാളി ബായിയുടെ മേലുള്ള വിശ്വാസം അവരിൽ ചിലർക്ക് അന്ധവിശ്വാസവുമാണ്. വിശ്വാസങ്ങളെല്ലാം അന്ധവിശ്വാസമാണെന്നാണ് സിനിമ പറയാതെ പറയുന്നത്. വസ്തുതകളെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കേണ്ടി വരുന്നില്ലല്ലോ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വസ്തുതകൾ നിലനിൽക്കും. പക്ഷേ വിശ്വാസം വിശ്വസിക്കുന്നതിലൂടെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അന്ധവിശ്വാസത്തെ മാത്രമല്ല സിനിമ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്, ആണധികാര ഹുങ്കുകളെയും സിനിമ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. നാസർ എന്ന കഥാപാത്രം പാട്രിയാർക്കിയുടെ പ്രതിരൂപമാണ്. ആ പാട്രിയാർക്കിക്കുള്ള സംവിധായകന്റെ അടിയാണ് അവസാനത്തിൽ ബായിയിലൂടെ നൽകുന്നത്. ഈ അടിയെ രണ്ട് തരത്തിൽ കാണാം പ്രേക്ഷകർക്ക്. ഒന്ന്, ബായി പെരുമാനി തങ്ങളുടെ പുനർജന്മമാണെന്നും പ്രശ്നപരിഹാരത്തിനായി നാസറിനെ അടിക്കുന്നതാണെന്നും. രണ്ട്, അതല്ല, മുജിയുടെ വീട്ടിൽ കിണറുപണിക്ക് ചെന്ന ബായിയെ അവിടെ വെച്ച് നാസർ അടിക്കുന്നുണ്ട്. ഇതിന് തിരിച്ചടി നൽകിയതാണ് ക്ലൈമാക്സിൽ. ഇങ്ങനെ രണ്ട് മാനങ്ങളിലൂടെ ഈ അടിയെ പ്രേക്ഷകർക്ക് കാണാം. അതിന് രണ്ടിനും വഴിവെക്കുന്ന കഥപറച്ചിൽ രീതി തന്നെയാണ് മജു നടത്തിയിട്ടുള്ളത്. പെരുമാനി തങ്ങളുടെ കഥയിൽ പറയുന്ന കിച്ചിലി എന്ന കള്ളന്റെ അതേ രൂപമാണ് നാസറിന് സംവിധായകൻ നൽകിയിട്ടുള്ളത്. ഇങ്ങനെ പ്രേക്ഷകന് അവന്റെ ഭാവനക്കനുസരിച്ച് ബാക്ക് സ്റ്റോറി ഉണ്ടാക്കാൻ പാകത്തിലാണ് മജു പെരുമാനിക്കുള്ള ചേരുവകൾ ചേർത്തിട്ടുള്ളത്. വളരെ സട്ടിലായി പറഞ്ഞു പോകുന്ന പൊളിറ്റിക്സ് ആണ് സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ്. നാസർ എന്ന ടോക്സിക്കായ ഭാവി വരനെതിരെയുള്ള ഫാത്തിമയുടെ ചെറുത്തുനിൽപ്പും സ്വാതന്ത്ര്യം നേടലുമെല്ലാം വളരെ സൂക്ഷ്മമായാണ് സിനിമ സംസാരിച്ചു പോകുന്നത്. ഡ്രാമ കുത്തിക്കേറ്റി വളരെ ലൗഡായി വേണമെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ സംവിധായകന് കാണിക്കാമായിരുന്നു. പക്ഷെ അതിനേക്കാൾ പ്രേക്ഷകരെ സ്വാധീനിക്കുന്നത് ഈ രീതി തന്നെയാണ്. കഥപറച്ചിലിലെ ആ തിരഞ്ഞെടുപ്പിന് സംവിധായകൻ മജു കയ്യടി അറിയിക്കുന്നുണ്ട്. റംലത്ത് എന്ന കഥാപാത്രവും സിനിമയുടെ രാഷ്ട്രീയ മുഖമാണ്. സിനിമകളിലൊന്നും അധികം ചർച്ച ചെയ്യാത്ത ഒരു സംഗതിയാണ് ഫസ്ക്. മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹബന്ധം വേർപ്പെടുത്താനുള്ള അവകാശമാണ് ഫസ്ക്. ഒരുപക്ഷെ മലയാള സിനിമയിൽ ആദ്യമായി ഫസ്ക് ചൊല്ലുന്ന കഥാപാത്രം റംലത്തായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ എസ്തെറ്റിക്കലി വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലിൽ ഒരു കൊച്ചുകഥ, അല്പം ഇമോഷനും റൊമാൻസുമെല്ലാം ചേർത്ത് പറയുന്ന ഒരു സിനിമ. അന്ധവിശ്വാസങ്ങൾക്കെതിരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു സറ്റയർ കൂടിയാണ് പെരുമാനി. സിനിമ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കണ്ടു നോക്കുക, ഇഷ്ടപ്പെടും. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇത്രയും നേരം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. നന്ദി.